അതെ, 6 ഒഫീഷ്യൽ റീമേക്കുകൾ, ഓരോന്നും അതത് ഭാഷകളിൽ ബ്ലോക്ക് ബസ്റ്ററുകൾ, മണിച്ചിത്രത്താഴ് ഒരു മികച്ച കഥയായി ഇന്ത്യയിൽ അടയാളപ്പെടുത്തി. മണിച്ചിത്രത്താഴ് സിനിമയുടെ കഥയ്ക്ക് ഇന്ത്യൻ സംസ്കാരത്തിലും ഭാഷകളിലും ഇത്രയധികം സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? യൂണിവേഴ്സൽ തീംസ്, മാനസികാരോഗ്യം, ശാപങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, പാരമ്പര്യവും ആധുനികതയും തമ്മിലുള്ള സംഘർഷം തുടങ്ങിയ വിഷയങ്ങൾ സിനിമ കൈകാര്യം ചെയ്യുന്നു. ഇവയെല്ലാം ഭൂമിശാസ്ത്രപരമായ അതിരുകളില്ലാതെ ആളുകൾക്ക് മനസ്സിലാക്കാവുന്ന വിഷയങ്ങളാണ്. ഹൗണ്ടഡ് ഹൗസ് ട്രോപ്പ്, ഭയാനകമായ പഴയ ഒരു വീട്ടിലെ ദുരന്തകഥ, ആളുകളെ ആകർഷിക്കുന്ന ഒന്നാണ്. ഇത് മനുഷ്യരിലെ അടിസ്ഥാനപരമായ ഭയങ്ങളെയും ആകർഷണങ്ങളെയും ഉണർത്തുന്നു. സൈക്കോളജിക്കൽ ഇൻട്രി, ഇതൊരു പ്രേതമാണോ അതോ മനസ്സിന്റെ കളിയാണോ എന്ന ചോദ്യം പ്രേക്ഷകരെ ആകാംക്ഷയോടെ നിർത്തുന്നു. ഇതൊരു ബുദ്ധിപരമായ ഗെയിമാണ്. സ്റ്റാർ പവറിനുള്ള സ്കോപ്പ്, ഡോക്ടർ സണ്ണി അല്ലെങ്കിൽ ആദിത്യ, ഗംഗ അല്ലെങ്കിൽ ചന്ദ്രമുഖി എന്നീ റോളുകൾക്ക് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ ലീഡ് ആക്ടർമാർക്ക് അവസരം നൽകി. ഇത് രജനീകാന്ത്, അക്ഷയ് കുമാർ തുടങ്ങിയ സൂപ്പർ സ്റ്റാറുകളെ ആകർഷിച്ചു, ബോക്സ് ഓഫീസ് വിജയം ഉറപ്പാക്കി.